ഏപ്രിൽ 25 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പുതിയ പരിണാമം എന്ന തലക്കെട്ടോടു കൂടിയാണ്. 1956 ബില്ലെഴുതിയ ഒരു കത്തിലെ ഭാഗമാണ്. നമ്മൾ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിലയിരുത്തലുകൾ നടത്തി കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ വിലയിരുത്തൽ നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒന്നാമത്തെ പടിയുടെ ഭാഗമായ സമ്പൂർണമായ പരാജയം എന്നുള്ള കാര്യമുണ്ട്. ആ പരാജയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാകുമ്പോഴാണ് വിലയിരുത്തലിൽ എൻ്റെ ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെ പട്ടികയിൽ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള നന്മയും തിന്മയും എല്ലാ തരത്തിലും ഞാൻ അതിനെ പരിശോധിച്ച് വന്നാലും അവിടെ ഉണ്ടാകുന്ന എൻ്റെ നീരസങ്ങളും കുഴപ്പങ്ങളും അതിൽപ്പെട്ട ആളുകൾ ഏതൊക്കെ രീതിയിൽ എനിക്ക് ഉപദ്രവം ഉണ്ടായിക്കോട്ടെ, ഇന്നിൽ എനിക്ക് പല ആളുകളോടും എൻ്റെ പെരുമാറ്റത്തിൽ എൻ്റെ കോർ ബിലീഫുകളാണ്. എനിക്ക് ചില സാധനങ്ങൾ എന്നിൽ വേരുറച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചില സാധനം അവിടെ വേരുറച്ചത് കൊണ്ടാണ് ഇന്നും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ആ തലച്ചോറ് ആ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 4-ാം പടിയുടെ പ്രത്യേകത. 4-ാമത്തെ പടിയിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയ ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മാറ്റേണ്ടത് നീരസം എന്ന് പറയുന്ന ഒരു വികാരത്തെയാണ് എന്ന് കണ്ടു. അപ്പം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന മനുഷ്യരുണ്ട്. അതിൽ പല രീതിയിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അവിടെയെല്ലാം പരിപൂർണമായ പരാജയം സമ്മതിക്കാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് എല്ലാ മനുഷ്യരോടും സഹിഷ്ണുതയോടുകൂടി, ക്ഷമയോടുകൂടി, മനസ്സോടുകൂടി സമീപിക്കണമെന്നുള്ള ബോധ്യം എനിക്ക് കടന്നു വരിക. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ വന്ന് സംസാരിക്കുന്ന സമയത്തും എൻ്റെ കഴിഞ്ഞ ജീവിതത്തിലുണ്ടായിരുന്ന എൻ്റെ എക്സ് തൊട്ട് നിരവധി ആളുകളുടെ കുറ്റങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥയ്ക്ക് കാരണം മറ്റു പലരുമാണ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് മാറിക്കൊണ്ട് ഞാൻ എന്നിലേക്ക് വരികയും മറ്റുള്ളവരുടെ തെറ്റുകൾ ഇപ്പം നോക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന വളരെ കൃത്യമായ ഒരു ബോധ്യം കടന്നു വന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് എന്നെയല്ലേ മാറ്റാൻ പറ്റുക? മറ്റുള്ളവരോട് ഞാൻ സഹിഷ്ണുതയോടുകൂടിയും ക്ഷമയോടുകൂടിയും സന്മനോഭാവത്തോടുകൂടിയും പോകണം. കാരണം നിരവധി തെറ്റുകൾ, പ്രശ്നങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ശത്രുക്കളോട് പോലും അവർ സുഖമില്ലാത്തവരാണ് എന്ന ഒരു പുതിയ മനോഭാവം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ് തന്നത്. അതിനാണ് 2-ാമത്തെ പടി. എന്നെക്കാൾ വലിയ ശക്തി, എൻ്റെ മുന്നേ കടന്നുപോയ ആളുകൾ, ഏടെ പ്രോഗ്രാം, ദൈവം, ഏതായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. ഞാൻ ശ്രമിച്ചേ പറ്റൂ. അത് സാധ്യമാക്കുന്നത് എങ്ങനെയാ? വേറൊരാൾക്കായി എന്ന് പറയുമ്പോൾ എനിക്കവിടെ സാധ്യമാണ്. അല്ലെങ്കിൽ എന്നെക്കാൾ വലിയ ശക്തി എന്ന് പറയുമ്പോൾ അതിന് സാധ്യമാവണമല്ലോ. അപ്പം ആ രീതിയിലേക്ക് ഞാൻ അതിനെ പ്രയോഗിക്കണം എൻ്റെ ശത്രുക്കളോട്. അല്ലാണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യവും നീരസവും വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് കാര്യമില്ല. അവർ സുഖമില്ലാത്തവരാണ് എന്നത് പരിപൂർണമായിട്ട് കടന്നു വരണം. അപ്പോഴാണ് പഴയ ആളുകളെ ഞാൻ ഒഴിവാക്കിയാലാണ് ഇന്നത്തെ ദിവസം ഈ കറന്റ് അഫെയറിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ആളുണ്ട്, വണ്ടി റോട്ടിലൂടെ പോകുമ്പോൾ ഉള്ള ആൾക്കാരുണ്ട്. അവിടെ എല്ലാം എനിക്കിതൊന്നുമില്ലാതെ ചില മീറ്റിങ്ങുകൾ പോകുമ്പോൾ അവിടെയുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യണം? അവർ സുഖമില്ലാത്തവരാണ്, ഞാനത് സഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരൊക്കെ സഹിഷ്ണുതയും ക്ഷമയും സന്മനോഭാവം ഞാൻ കാണിക്കണം. ഞാൻ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന ബോധ്യം അത് എനിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല. ശത്രുക്കളോട് പോലും അവർ സുഖമില്ലാത്തവരാണ് എന്ന ബോധ്യം, അവിടെ എൻ്റെ ശക്തിഹീനത, എൻ്റെ ദുർബലത അറിയുമ്പോഴേ ഇതെനിക്ക് സാധ്യമാവുള്ളൂ. അവിടെ ആ കഴിഞ്ഞ കാലത്തെ വിലയിരുത്തുമ്പോൾ ഇന്നിൽ ജീവിക്കാൻ, ഇന്നിൽ എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം എന്ന ബോധ്യം കടന്നു വന്ന് 4-ാമത്തെ പടിയിലാണെന്നുള്ളതാണ്. അവിടെയാണ് ഒരു പരിണാമം, ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് 4-ാമത്തെ പടിയുടെ 4-ാമത്തെ കോളവും ആ ബോധ്യങ്ങളും. അതുവരെ ഉണ്ടായിരുന്ന ആ 3 കോളങ്ങളിലൂടെയും എൻ്റെ ജീവിതത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളെ കാണാനും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തെറ്റുകളും ഇന്ന് എന്നെ ഏത് പ്രശ്നമാണ് എന്നെ തടയുന്നത് എന്ന് മനസ്സിലാക്കാനും പറ്റും. അവിടെ എനിക്ക് സ്വയം കഴിയാതിരുന്നത് കൊണ്ട് വിശ്വാസം കൊണ്ട് നേടാനായി പറ്റും. ആ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് വരണം. പ്രവൃത്തിയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരുന്നു കൊണ്ടല്ല, ഓരോ കാര്യങ്ങളെയും മദ്യത്തെ നിർത്തിയ പോലെ തന്നെ അത് ഓരോ ദിവസവുമായിട്ട് കടന്നു വരികയും അതിനെ വിലയിരുത്തുകയും അതൊരാളുമായിട്ട് പറയണം. അവിടെയാണ് സ്പോൺസറുടെയൊക്കെ കൃത്യമായ ആവശ്യം. അപ്പോൾ എൻ്റെ ഇച്ഛാശക്തി ആ വലിയ ശക്തിക്കും ഞാൻ ചെയ്യേണ്ട കാര്യത്തിനിടയിൽ നിന്നാലും
എന്നെക്കാൾ വലിയ ശക്തി എന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ പടിയിൽ എന്താണോ ഞാൻ കണ്ടിട്ടുള്ളത് അതിനത് മാറ്റാൻ പറ്റുമെന്ന ആ ബോധ്യം എനിക്ക് കടന്നു വന്നാലാണ് ഇത് പ്രവർത്തിക്കുക. അതല്ലാതെ നാലാമത്തെ പടിയിൽ ഏത് കോളം ഞാൻ എഴുതിയിട്ടും ഇത് പ്രവൃത്തിയിലേക്ക് കടന്നു വരില്ല. പിന്നീട് ഈ പ്രശ്നം എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ വളരെ കൃത്യമായിട്ട് എൻ്റെ പരാതികളില്ലാതെ, കുറ്റങ്ങളില്ലാതെ എനിക്ക് പോകാനായി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് അസൂയ കൊണ്ടും മറ്റു പ്രശ്നങ്ങളെ കൊണ്ടും നിരന്തരമായി കഷ്ടപ്പെടുകയും എൻ്റെ ചുറ്റുമുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വൈകല്യങ്ങളുടെ ആത്മപരിശോധന ഞാൻ നടത്താൻ തയ്യാറാവുകയും പരിപൂർണമായി വൈകല്യം എനിക്കുണ്ട് എന്ന് സമ്മതിക്കുകയും, ഏതാണ്ട് കുഴപ്പമല്ല, പരിപൂർണ വൈകല്യങ്ങളെ കൃത്യമായിട്ട് ഞാൻ കണ്ടെത്തണം. ഏതാണ്ട് കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാലൊക്കെ ഒരു കുഴപ്പമുണ്ട്. പരിപൂർണത ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വൈകല്യങ്ങളെ പരിപൂർണമായി കണ്ടെത്താനുള്ള ശ്രമം നടത്തണം. സത്യസന്ധത അവിടെ ഉപയോഗിക്കുകയും അത് എന്നോട് പരിപൂർണമായി സമ്മതിക്കുക. എനിക്ക് ദുർബലത ഉണ്ട്, എൻ്റെ വൈകല്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല തുടക്കമാണ്. ആ തുടക്കത്തിൽ നിന്നാണ് എനിക്ക് മുന്നോട്ടേക്ക് നീങ്ങാനും എൻ്റെ ഇന്നത്തെ ദിവസത്തുണ്ടാവുന്ന സംഭവങ്ങളിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കാനും സാധ്യമാവുകയുള്ളൂ. അപ്പോഴാണ് എൻ്റെ ഭാവിയിലേക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുമെന്നാണ്. ഇന്ന് എങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്നുള്ളതാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് പരിപൂർണമായ സന്തോഷം എന്ന അർത്ഥത്തിലല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കടന്നു പോയിക്കൊണ്ട്, പണ്ട് സാധിക്കാതിരുന്ന ഒരു കാര്യമുണ്ട്, അത് വെറുതെ എല്ലാം ശരിയാവുമെന്നല്ല, ശരിയാകാത്ത കാര്യങ്ങളുടെ കൂടെ ഞാൻ എന്ന വ്യക്തി എങ്ങനെ നിൽക്കണമെന്ന പരിശോധന. ഇന്നിലേക്ക് പരിപൂർണമായിട്ട് നിൽക്കാനായിട്ട് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആ ചരിത്രത്തെ, നാലാമത്തെ പടി വളരെ കൃത്യമായി ചെയ്യുമ്പോൾ ഇന്നില് പ്രശ്നങ്ങളുണ്ടാവും, ദേഷ്യങ്ങളുണ്ടാവും, വികാരങ്ങളെ ഒന്നും മാറ്റാൻ പറ്റില്ല. വികാരങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച് പോണം. അത് മദ്യാസക്തർ പ്രത്യേകിച്ച് ആ വികാരത്തെ അടക്കി വെക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ അനുഭവിച്ചുകൊണ്ട് സഹിഷ്ണുതയും ക്ഷമയും സന്മനോഭാവവും എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രോഗ്രാം, അതിനെയാണ് ആ കോർ ബിലീഫുകളെ മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളല്ല. അപ്പോൾ എൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന, ഞാൻ തന്നെ വരുത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് കൂടി സഹായത്തോടു കൂടി, മീറ്റിങ്ങിൻ്റെ സഹായം, ലിറ്ററേച്ചറിൻ്റെ സഹായം, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് വളരെ കൃത്യമായി തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം നമ്മുടെ പഴമക്കാരായ മനുഷ്യർ പറയുമ്പോൾ അതിനെ ഇന്ന് ഒരു ദിവസത്തെ ജീവിതത്തിലേക്ക് കൃത്യമായി കൊണ്ടുവരേണ്ടതുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന വിശ്വാസമായിട്ട് എൻ്റെ ഉള്ളിൽ ഓർമ്മയിലിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനും. നമുക്ക് ഒരുമിച്ച് കൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.